വെയിറ്റ് ലോസ് ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ ഫാറ്റ് ബേൺ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാപ്സ് കുറച്ചിട്ട് ഹെവി വർക്കൗട്ട് ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു മണ്ടത്തിലാണ്. വെയിറ്റ് ട്രെയിനിങ് പോലത്തെ തീവ്രത കൂടിയ വ്യായാമങ്ങൾക്ക് ശരീരത്തിന് ഒരിക്കലും ഫാറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. തീവ്രത കൂടിയ വ്യായാമങ്ങൾക്ക് ഒരുപാട് സ്പീഡിൽ ശരീരത്തിന് എനർജി വേണം. ഈ ഫാറ്റ് മെറ്റബോളിസിന് ഒരിക്കലും ഒരുപാട് സ്പീഡിൽ എനർജി കൊടുക്കാൻ പറ്റും. അതിന് ഒരുപാട് സമയം വേണം. ഹൈ ഇൻറ്റൻസിറ്റി വ്യായാമങ്ങൾക്ക് എനർജി കൊടുക്കുന്നത് ഓക്സിജൻ ഉപയോഗിക്കാതെയുള്ള അനേറോബിക് മെറ്റബോളിസം ആണ്. ഇവിടെ ഒരിക്കലും ഫാറ്റിന് ഓക്സിജൻ ഇല്ലാണ്ട് മെറ്റബോളിസം നടത്താൻ പറ്റില്ല. വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ മറ്റൊരു പേരാണ് അനേറോബിക് എക്സസൈസ്. അനേറോബിക് എന്നാൽ ഓക്സിജൻ ഉപയോഗിക്കാത്തതെന്നർത്ഥം. ഓക്സിജൻ ഉപയോഗിക്കാതെയുള്ള എനർജി സിസ്റ്റമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈ അനേറോബിക് മെറ്റബോളിസത്തിൽ ഗ്ലൂക്കോസ് അഥവാ കാർബ്സ് ആണ് എനർജി സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ കീറ്റോ ഡയറ്റുകാർ, കാർണിവോസ് ഡയറ്റുകാർ, അതുപോലെ ലോ കാർബ്സ് ഡയറ്റുകാരൊക്കെ എങ്ങനെയാണ് വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ളത്? അതിൻ്റെ ഉത്തരമാണ് ഗ്ലൂക്കോനിയോജനസിസ്. നമ്മളെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഇല്ലാണ്ടൊരവസ്ഥയിൽ, കുറയുന്നൊരവസ്ഥയിൽ അപ്പോൾ ശരീരം ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ തുടങ്ങും. പ്രോട്ടീൻ പോലത്തെ സോഴ്സ് ഉപയോഗിച്ചിട്ട് ശരീരം ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതിനാണ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത്. ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മസിൽ പ്രോട്ടീൻ ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ തുടങ്ങും. വെയിറ്റ് ട്രെയിനിങ് പോലത്തെ തീവ്രത കൂടിയ പ്രവർത്തനങ്ങൾ, അതുപോലെ തലച്ചോറിൻ്റെ ചില പ്രവർത്തനങ്ങൾക്ക്, രക്തകോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഗ്ലൂക്കോസ് തന്നെ വേണം. ചുരുക്കി പറഞ്ഞാൽ, ഒരു പട്ടി നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റിയിൽ ഓടണമെന്നുണ്ടെങ്കിലും ഗ്ലൂക്കോസ് തന്നെ ശരണം. അപ്പോൾ പിന്നെ എന്തിനാണ് ശരീരത്തിനെ കൊണ്ട് ഈ പ്രോട്ടീനൊക്കെ ഗ്ലൂക്കോസ്